ബി.ജെ.പിയിൽ പൊട്ടിത്തെറികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ഷന് ശേഷം ഓരോ ആളുകൾ, അതായത് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ മുറവിളികളാണ് നടക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ വിളിക്കുന്നു, മറ്റുള്ളവരെ വിളിക്കുന്നു. ഇപ്പോൾ ഈ കുറുവ സംഘം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വത്തെ. അതായത് കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും പി രഘുനാഥിനെയും, കോഴിക്കോട്ടെ സുരേന്ദ്രൻ്റെ ഏറ്റവും അടുത്ത ആളാണ്, അദ്ദേഹത്തെയും കുറുവ സംഘം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്താണ് ബി.ജെ.പി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പോസ്റ്റർ ഒട്ടിച്ചത് ബി.ജെ.പിക്കാരാണോ അതോ CPM-മാരാണോ കോൺഗ്രസ്സുകാരാണോ ആദ്യം അന്വേഷിക്കുക. അത് പറയാൻ പറ്റില്ല. CCTV ഫുട്ടേജ് ഒക്കെ എടുത്ത് അന്വേഷിക്കട്ടെ. നോക്കൂ, പാലക്കാട് തോൽവിക്ക് ശേഷം കെ സുരേന്ദ്രന് നേരെ വലിയ ആക്രമണം ഉണ്ടാകും. വി മുരളീധരൻ ഇതിനെ പറ്റി ഒന്നും മിണ്ടുന്നില്ല. വി മുരളീധരൻ പറയുന്നത് മഹാരാഷ്ട്രയെ പറ്റി വേണമെങ്കിൽ സംസാരിക്കാം, കേരളത്തെ പറ്റി സംസാരിക്കുന്നതാണ്. ക്യൂബയെ പറ്റി ഒന്നും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ക്യൂബ മൂന്നും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ചൈനയെ പറ്റി ഒന്നും പറയുന്നത്, പോളണ്ടിനെ പറ്റി ഒരു ഇഷ്ടം പറയുന്നത് അത് ക്യൂബ മൂന്നല്ല, നമ്മുടെ പഴയ സന്ദേശത്തിൽ ശ്രീനിവാസൻ. ഓക്കെ, എന്തായാലും ബി.ജെ.പിയിൽ ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയാൽ ഇടത്തേക്കാലിൽ മന്തെടുത്ത് വലത്തേക്കാലിൽ വെക്കുന്ന പോലെ സുരേന്ദ്രനെ മാറ്റിയിട്ട് ശോഭാ സുരേന്ദ്രനെ ആക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ ഇവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. എന്ത് വിഷയം വന്നാലും ശോഭാ സുരേന്ദ്രൻ എവിടെ സ്ഥാനാർത്ഥിയാവണമെങ്കിലും ശോഭാ സുരേന്ദ്രൻ കുറെ ആളുകൾ പോസ്റ്ററുകളും ബോർഡുകളും ഒക്കെ ആയിട്ട് വരും. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കഥ, ആരാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് ഉള്ളത് തിരക്കി പോയാൽ രസകരമായ അനുഭവമായിരിക്കും. എന്തായാലും പാലക്കാട് വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നു. അപ്രതീക്ഷിതമായ പരാജയം എന്ന് ബി.ജെ.പി ക്യാമ്പ് പറയുമ്പോഴും ചില കോണുകളിൽ നിന്നൊക്കെ പറയുന്നു അപ്രതീക്ഷിതമല്ല, പ്രതീക്ഷിതമാണ്. ഈ സന്ദീപ് വാര്യർ പോയത് കൊണ്ടാണ് ഇത്ര വലിയൊരു ഭൂരിപക്ഷം ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയത് എന്ന് സന്ദീപ് വാര്യർ പറയാതെ പറയുമ്പോൾ, അല്ലെങ്കിൽ ബി.ജെ.പിയിലെ ചില കോണുകളിൽ നിന്നെങ്കിലും പറയുമ്പോൾ കൃത്യമായി പറയട്ടെ, സന്ദീപ് വാര്യർ ഒരുപക്ഷെ ബി.ജെ.പിയിൽ തന്നെ നിന്നിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം ഒരുപക്ഷെ ഈ ട്രെൻഡ് അനുസരിച്ച് ഒരു 25,000-ന് മുകളിലേക്ക് പോയാൽ ചരിത്ര ഭൂരിപക്ഷം, ഇപ്പോഴുള്ളത് ചരിത്ര ഭൂരിപക്ഷം തന്നെയാണ്, അതിലും വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോയേനെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സന്ദീപ് വാര്യരുടെ ഈ നിലപാട് മാറ്റം കൊണ്ടും ചില കാൽനക്കൽ പ്രവൃത്തികൾ കൊണ്ടും ഒരു കിട്ടേണ്ടുന്ന ഒരു 55,000 വോട്ടുകൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് നഷ്ടമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. നോക്കൂ, നഗരസഭാ പരിധിയിൽ ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോട്ട് വർദ്ധിക്കുന്നു. ബി.ജെ.പിയുടെ പ്രബല കേന്ദ്രങ്ങളിലെല്ലാം വോട്ട് വർദ്ധിപ്പിക്കുന്നു. ഇതിന് ഒരു സുപ്രധാന കാരണം എന്ന് പറയുന്നത് സന്ദീപ് വാര്യരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാം, അത് കൃത്യമായി എടുക്കാം. പാൽ സൊസൈറ്റിയിൽ തിരഞ്ഞെടുപ്പ് വന്നാൽ സി കൃഷ്ണകുമാർ, പാർലമെന്റിൽ തിരഞ്ഞെടുപ്പ് വന്നാൽ സി കൃഷ്ണകുമാർ, നിയമസഭയിൽ തിരഞ്ഞെടുപ്പ് വന്നാൽ കൃഷ്ണകുമാർ. ഈ കഴിഞ്ഞ 8-9 വർഷത്തിനിടയിൽ 6-7 തവണ സി കൃഷ്ണകുമാർ മത്സരിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുണ്ടായ പിഴവ് തുടക്കം മുതലേ നമ്മൾ പറയുന്നുണ്ട്. സി കൃഷ്ണകുമാറിന്റെ ഫ്ലെക്സിബിലിറ്റി, ആളുകളുമായിട്ട് ഇടപെടാനുള്ള ഒരു രീതി, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു രീതി. പക്ഷെ അപ്പോഴും ബി.ജെ.പി എന്തുകൊണ്ട് ജയിക്കുമെന്ന് ചോദിച്ചാൽ അവിടുത്തെ സംഘടനാ സംവിധാനം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബി.ജെ.പി സംവിധാനം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. RSSന്റെ നേതൃത്വത്തിൽ അവരുടെ സമ്പർക്ക പരിപാടികളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നു. ഇനി എന്തൊക്കെ ആയാലും, തേങ്ങ അരച്ചു വെച്ചാലും വെളുത്തുള്ളി അരച്ചു വെച്ചാലും ഇഞ്ചി അരച്ചു വെച്ചാലും താളല്ലേ കറി എന്ന് ചോദിക്കുന്നത് പോലെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറായി പോയത് ഒരു വലിയ പരാജയമാണ്. ഈ സ്ഥാനാർത്ഥി നിർണ്ണയം കെ സുരേന്ദ്രൻ ഒറ്റയ്ക്ക് ചെയ്തതാണോ? അല്ല. അതിനകത്ത് എങ്ങനെയാണ് കെ സുരേന്ദ്രനെ മാത്രം പഴിക്കാൻ പറ്റുക? കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചു കൊടുത്ത സ്ഥാനാർത്ഥി ലിസ്റ്റാണ്. ആദ്യത്തെ ഈ പറയപ്പെടുന്ന ബി.ജെ.പിയിൽ ആര് സ്ഥാനാർത്ഥിയാകുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവിട്ടുകൊണ്ട് കേന്ദ്രമാണ് അവിടെ നിന്നുകൊണ്ട് സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായാൽ മതി എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് സുരേന്ദ്രൻ ആദ്യഘട്ടങ്ങളിൽ സുരേന്ദ്രന്റെ മനസ്സിലുണ്ടായിരുന്ന പേര് സന്ദീപ് വാര്യരുടേതാണ്. കാരണം സന്ദീപ് വാര്യർ സുരേന്ദ്രനുമായി അത്ര അടുത്ത് പ്രവർത്തിച്ചുകൊണ്ടതാണ്. സുരേന്ദ്രന്റെ ക്യാമ്പിൽ നിന്ന് സുരേന്ദ്രനുമായി ചേർന്ന് നിൽക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരാണ്. ഞാൻ സന്ദീപ് വാര്യരെ വിളിച്ചു ചോദിച്ചോട്ടെ, താങ്കളാണോ സ്ഥാനാർത്ഥി, അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ, അങ്ങനെ നമുക്ക് വാർത്തയിൽ പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് സന്ദീപ് വാര്യർ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരും പറയണ്ട എന്നാണ് സന്ദീപ് വാര്യർ അതായത് അദ്ദേഹം നിഷേധിച്ചതുമില്ല, അനുകൂലിച്ചതുമില്ല. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മര്യാദ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നീട് സന്ദീപ് വാര്യർ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ പാലക്കാട് പരാജയത്തിന്റെ പേരിൽ എന്തിനാണ് ഈ പറയപ്പെടുന്ന സുരേന്ദ്രനെ മാത്രം ക്രൂശിക്കുന്നത് എന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. സുരേന്ദ്രൻ ഇന്നലെ രാജ്യസന്നദ്ധത അറിയിച്ചു. പക്ഷേ സുരേന്ദ്രന്റെ രാജി ബി.ജെ.പി സ്വീകരിക്കില്ല. ബി.ജെ.പി ഫെബ്രുവരി മാസം വരെ സുരേന്ദ്രന്റെ കാലാവധിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അത് തുടർന്നു പോകുമായിരുന്നു. ഒരുപക്ഷെ പാലക്കാട് വലിയ ഒരു വിജയം നേടാൻ സാധിച്ചെങ്കിൽ. പക്ഷേ നോക്കൂ, ബി.ജെ.പിയുടെ വോട്ടുകളെങ്കിലും കുറഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ അത് അതേപടി നിലനിർത്തി. മെട്രോമാൻ ഇ ശ്രീധരനെ പോലെ വലിയൊരു വ്യക്തിത്വം മത്സരിച്ച പാലക്കാട് ഒന്നുമല്ലാത്ത സി കൃഷ്ണകുമാറിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാൽ, ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത, എന്നാൽ എടുത്തു പറയത്തക്ക രീതിയിൽ വലിയ പ്രവർത്തനങ്ങളൊന്നും പുറമെ കാണിക്കാനില്ലാത്ത ശ്രീ കൃഷ്ണകുമാറിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതാണ് അവിടെ വലിയ പരാജയം സംഭവിച്ചത് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. പക്ഷേ രോഹിത് ഏട്ടാ, ഇങ്ങനെ പറയുന്ന സമയത്തും കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷന് ഒരു കൃത്യമായ നിലപാടെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും? അതായത് പാലക്കാട് ശ്രീ കൃഷ്ണകുമാർ നിന്നാൽ ജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാവുന്ന ഒരാളാണ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അവിടുത്തെ ഈ പറയുന്ന എന്താണ് നമ്മുടെ നഗരസഭാ അധ്യക്ഷ ഇന്നലെ പറഞ്ഞത്, ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
ശ്രീ കൃഷ്ണകുമാറിന് വേണ്ടി വീടുകൾ കയറിയപ്പോൾ പല ആളുകളും പറഞ്ഞു നിങ്ങൾക്ക് ഈ കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലേ എന്ന് ചോദിച്ചു. ഇത് ഞങ്ങൾ കൃത്യമായി നേതൃത്വത്തെ അറിയിക്കുകയും ഈ സ്ഥാനാർത്ഥിയെ മാറ്റി വേറൊരു സ്ഥാനാർത്ഥിയെ വെക്കണം, കൃഷ്ണകുമാർ അല്ലാത്തൊരു സ്ഥാനാർത്ഥി വരണമെന്ന് നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കെ സുരേന്ദ്രന് കൃത്യമായ ഒരു നിലപാടെടുക്കാൻ കഴിയുമായിരുന്നിട്ടും അദ്ദേഹം അത് എടുത്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഞാൻ ഉത്തരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒറ്റയ്ക്ക് തീരുമാനിച്ച സ്ഥാനാർത്ഥി അല്ല ശ്രീ കൃഷ്ണകുമാർ. ആണോ? അങ്ങനെ തോന്നുന്നുണ്ടോ? സുരേന്ദ്രൻ അത്രത്തോളം വലിയ ശക്തിയാണോ BJP-യുടെ എല്ലാ കാര്യങ്ങളും അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സെൻട്രൽ കമ്മിറ്റിയാണ്. സെൻട്രൽ കമ്മിറ്റി അവിടെ നോക്കുമ്പോൾ കൃഷ്ണകുമാർ കാലങ്ങളായി ഇവിടെ മത്സരിക്കുന്നു. അവിടെ ഒരു സഹതാപ തരംഗം പക്ഷേ O രാജഗോപാൽ എങ്ങനെയാണ് നിയമത്തിൽ ജയിച്ചത്? അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമുള്ള മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അദ്ദേഹം പരാജയങ്ങൾ നേരിട്ടു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ മത്സരിക്കാൻ വന്നപ്പോൾ ഒരു സഹതാപ വോട്ട് കൂടി അദ്ദേഹത്തിന് അത് കിട്ടി. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കൂടി വോട്ടായപ്പോഴാണ് അദ്ദേഹത്തിന് അവിടെ നിയമത്ത് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത്. അത്തരത്തിൽ ശ്രീ കൃഷ്ണകുമാറിന്റെ ഭാര്യ അവരുടെ നഗരസഭയിൽ കൗൺസിലറായിരിക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പക്ഷേ ഈ ഭാര്യയും ഭാര്യയുടെ കുടുംബവുമായി ഉണ്ടായിരിക്കുന്ന കേസുകൾ, ഭാര്യയുടെ മാതാവ് പണ്ട് ഇവർ മത്സരിച്ചപ്പോൾ ഇവർക്ക് റിബലായി മത്സരിച്ചത്, ഭാര്യ സഹോദരി ശ്രീകൃഷ്ണകുമാറിനെതിരെ പരാതി നൽകി, ഇതൊക്കെ അവിടെ ലോക രാഷ്ട്രീയത്തിൽ ചർച്ചയായി. പുറത്തേക്ക് വന്നില്ലെങ്കിലും അവിടെ താഴെക്കിടയിൽ അതൊക്കെ ചർച്ചയായി. ഇപ്പോൾ മാത്രമല്ല സന്ദീപ് വാര്യര് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ സന്ദീപ് വാര്യരോട് യോജിക്കുകയാണ്. ആ വേദിയിൽ ശ്രീകൃഷ്ണകുമാറിന്റെ ഭാര്യയ്ക്ക് വരെ സീറ്റുണ്ട്, സന്ദീപ് വാര്യരെ പോലെ നേതാവിന് സീറ്റ് കൊടുക്കാഞ്ഞത് മോശമായി പോയി എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. കൂറുമാറ്റത്തിന് ശേഷം, കൂറുമാറ്റം വരെ സന്ദീപ് വാര്യർ ഓക്കെയാണ്, കൂറുമാറ്റത്തിന് ശേഷം അദ്ദേഹം എടുത്ത നിലപാടുകളാണ്. അതായത് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന മുഴുവൻ സംവിധാനങ്ങളിൽ തള്ളി പറയുന്ന സന്ദീപ് വാര്യരുടെ പ്രവൃത്തികളോടാണ് വിയോജിപ്പുള്ളത്. ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം പോലും ശ്രീകൃഷ്ണകുമാറിന്റെ അടുത്തിരിക്കുന്ന ഭാര്യയുടെ മുഖഭാവങ്ങൾ ശ്രദ്ധിക്കണം. ഒരു അഹങ്കാരത്തിന്റെ മനോഭാവത്തോടു കൂടിയാണ് അവർ ഈ കാര്യങ്ങൾ നോക്കുന്നത്. ഒരുപക്ഷെ അവരുടെ രീതിയായിരിക്കാം, നമ്മൾ കുറ്റം പറയാൻ ആഗ്രഹിക്കാല്ല, എന്നാൽ പോലും അവരുടെ രീതിയായിരിക്കാം. ഇതൊക്കെ അവിടെ സ്ഥാനാർത്ഥിക്ക് നേരെ തിരിച്ചടിയായിട്ടുണ്ട്. ഇന്ന് സംസ്ഥാന അധ്യക്ഷനെ പഴിച്ചിട്ട് കാര്യമില്ല, പരാജയമാണ്. ആ പരാജയത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അദ്ദേഹം രാജ്യസന്നദ്ധ അറിയിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മാന്യതയാണ്. BJP എന്തുകൊണ്ടാണ് സുരേന്ദ്രനെ ചേർത്ത് പിടിക്കുന്നത്? നരേന്ദ്രമോദിക്കും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന അമിത്ഷായ്ക്കും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇദ്ദേഹം ഇവിടുന്ന് കൊളക്കട്ടയിൽ മുഴുകൊണ്ട് കൊടുക്കുന്നൊന്നുമില്ലല്ലോ സുരേന്ദ്രൻ. അദ്ദേഹത്തെ ചേർത്ത് പിടിക്കണം. അദ്ദേഹത്തിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കാം. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടെ വലിയ രീതിയിൽ പച്ച പിടിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ത്രിതല പഞ്ചായത്തുകൾ തെരഞ്ഞെടുപ്പുകൾ അവരുടെ വോട്ട് ഷെയറും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിവിൽ നിന്ന് വിപരീതമായി 2 മണ്ഡലങ്ങളിൽ ഒഴിച്ച് ബാക്കി 18 മണ്ഡലങ്ങളിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച പാർട്ടിയുടെ പേര് BJP എന്നാണ്. ലോക്സഭയിലേക്ക് ഒരു അംഗത്തെ ഇവിടുന്ന് അയക്കാൻ സാധിച്ചത് BJP-യുടെ പ്രയോജനത്തിനാണ്. അത് അദ്ദേഹം സുരേഷ് ഗോപി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ മെറിറ്റും പാർട്ടി സംവിധാനങ്ങളും കൂടി ഒരുമിച്ച് നിന്നപ്പോഴാണ്. അവിടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായിട്ട് അനീഷ് എന്ന് പറയുന്ന ആള് സുരേഷ് ഗോപിക്ക് വേണ്ടി അഹോരാത്രം അവിടെ പണിയെടുത്തിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ സപ്പോർട്ട് ഇല്ലാണ്ട് അത് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നോക്കൂ, അപ്പോ സ്ഥാനാർത്ഥിയുടെ മെറിറ്റാണ് ഇതിനകത്തൊരു 80% കാര്യമെന്ന് പറഞ്ഞാൽ. ആ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ ഒറ്റയ്ക്കാണ്. സുരേന്ദ്രന്റെ വാശിയായിരുന്നു ശ്രീകൃഷ്ണകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതെങ്കിൽ ഓക്കെ, ഈ പറഞ്ഞ ശരിയാ. ഇടയ്ക്ക് വെച്ച് ഈ പറയപ്പെടുന്ന സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാവും നമ്മൾ കേട്ടില്ലേ? ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ സുരേന്ദ്രനെ മത്സരിക്കാൻ എന്തെങ്കിലും മടിയുണ്ടോ? കഴിഞ്ഞ ഇത്രയും കാലത്തിനിടയിൽ എത്ര തെരഞ്ഞെടുപ്പുകളെ നേരിട്ട മനുഷ്യനാ സുരേന്ദ്രൻ. പണ്ട് കെ കരുണാകരനെ കണ്ടാണ് 2 മണ്ഡലങ്ങളിൽ ഒരുമിച്ച് മത്സരിച്ചിട്ടുള്ളൂ. പിന്നെ കേരളത്തിൽ അത് മഞ്ചേശ്വരത്തും കോന്നിയും കേരളത്തിന്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും പോയി മത്സരിച്ച് ഹെലികോപ്റ്റർ പറന്ന് നടന്ന ഇലക്ഷൻ നേരിട്ട ആളാണ് കെ സുരേന്ദ്രൻ. അദ്ദേഹത്തിന് ഇലക്ഷൻ മത്സരിക്കുന്നതിന് ഒരു മടിയില്ലാത്ത മനുഷ്യനാ. അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും ഹോൾഡ് ഉണ്ടെങ്കിൽ അദ്ദേഹം മത്സരിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ നിന്ന് ഒരാളെ മത്സരിപ്പിക്കില്ലായിരുന്നു. എന്നാലും ശ്രീകൃഷ്ണകുമാറിനെ ജയിപ്പിച്ചു വിട്ടാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഒരു സീറ്റ് മേടിക്കാൻ പറ്റി എന്നൊരു നേട്ടം മാത്രം ആകുമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കേണ്ടത് മറ്റാരേക്കാളും സുരേന്ദ്രന്റെ ആവശ്യമായിരുന്നു. സുരേന്ദ്രൻ അതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ബൂത്ത് വീട് കയറി സുരേന്ദ്രൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പുറത്ത് ചേലക്കര എന്ന് പറയുന്ന ഇടതുപക്ഷ കോട്ടയിൽ BJP വോട്ട് ഉയർത്തിയല്ലോ. അപ്പോ സുരേന്ദ്രന് മെറിറ്റില്ലേ? എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. അതെന്താ കാണാതെ പോകുന്നത്? അത് സുരേന്ദ്രന്റെ കഴിവല്ല, അത് അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ അവിടുത്തെ പ്രവർത്തകരുടെ കഴിവാണെന്ന് പറയുമ്പോൾ ഇവിടെ പരാജയം സംഭവിച്ചതും അവരുടെ കുറ്റമാണെന്നല്ലേ പറയണത്. ഞാൻ സുരേന്ദ്രനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നല്ല. അല്ല, അവിടെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് BJP-യുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയെ കണ്ടു പഠിക്കണം എന്നുള്ളതാണ് പല BJP-യുടെ അണികളും പറയുന്നത്. അല്ല, BJP-യുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് അനീഷ് കുമാറിന്റെ പ്രവർത്തന ശൈലി, പ്രവർത്തന രീതി, ഗ്രൂപ്പ് രാഷ്ട്രീയമൊക്കെ വിട്ട് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന, ഇപ്പൊ കെ സുരേന്ദ്രൻ പോലും ചേലക്കരയിൽ എത്ര ദിവസം പോയി എന്നൊരു ചോദ്യമുണ്ട്. കെ സുരേന്ദ്രൻ ചേലക്കരയിൽ പോയിട്ടില്ല, പക്ഷെ BJP അവിടെ വോട്ട് ഉയർത്തി. എന്നിട്ട് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണല്ലോ. അപ്പൊ ആ വോട്ട് ഉയർത്തിയാൽ കെ സുരേന്ദ്രന്റെ പങ്കുണ്ടോ? ഉണ്ടോ ഇല്ലേ? പറഞ്ഞ പറ. അല്ല, പങ്കുണ്ട്, തീർച്ചയായും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ പരാജയത്തിലും പങ്കുണ്ട്. അദ്ദേഹം നേരിട്ട് നയിച്ച തെരഞ്ഞെടുപ്പാണ്. അങ്ങനെയൊന്നും ഇല്ല പാർട്ടി. നേരിട്ട് നയിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അയാളോട് ചെന്നില്ലെങ്കിൽ പറയും ഇയാൾ എതിർപ്പുകൊണ്ട് മാറി നിൽക്കുമെന്ന് പറയും. അവിടെ പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും അനീഷ് കുമാറിനെ നോക്കി പഠിക്കണം എന്ന് പറയുന്ന ആരാ? BJP പ്രവർത്തകരല്ലേ. അവരുടെ ജില്ലാ പ്രസിഡന്റുമാരോട് പറയണം അനീഷ് കുമാറിനെ നോക്കി പഠിക്കാൻ. അനീഷ് കുമാർ ഈ പറയപ്പെടുന്ന ജില്ലാ പ്രസിഡന്റ് അനീഷ് പ്രവർത്തിക്കുന്ന പോലെ എല്ലാ
അനീഷ് ഒരു ജില്ലയുടെ പ്രസിഡന്റാണ്, ഒരു സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരു സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ അവിടെ വന്ന് അവരുടെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ AC റൂമിൽ കുത്തിയിരിക്കായിരുന്നു, AC കാർക്ക് ഇറങ്ങി നടക്കായിരുന്നു. അദ്ദേഹം അതല്ലല്ലോ ചെയ്ത്, അവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിന്നോ ജയിപ്പിക്കാൻ വേണ്ടിയല്ലേ ചെയ്തേ. സ്ഥാനാർത്ഥി ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? നോക്കൂ, കഴിഞ്ഞ തവണയൊക്കെ എന്താ സംഭവിച്ചത്? ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. ഞാൻ എന്താ പറയുക, നഗരസഭാ പരിധിയിൽ പോലും 10,000 വോട്ടിന്റെ വർധനം ഉണ്ടായതിന്റെ ഒരു കാരണം ഇവർ പറയുന്നു SDPIയുടെ വോട്ടുകൾ വാങ്ങിയെടുത്തു. വർഗീയത പറയാണ് അവിടെ. SDPI രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലേ, അവരുടെ വോട്ടുകൾ അവർ വാങ്ങി. അല്ലെങ്കിൽ നിങ്ങൾ SDPI നിരോധിക്കും, പറ്റുമെങ്കിൽ നിങ്ങൾ SDPI നിരോധിക്കും, PFI നിരോധിച്ച പോലെ SDPI നിരോധിക്കും. ഇപ്പുറത്തേക്ക് നോക്കൂ, കഴിഞ്ഞ തവണ ഒരു ഷാഫി പറമ്പിലായിരുന്നു സ്ഥാനാർത്ഥി. ഷാഫി പറമ്പിൽ നമുക്കറിയാം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. നഗരസഭാ പരിധിയിൽ അദ്ദേഹത്തിന് അവിടെ വോട്ട് കുറവാണ്. BJP സ്ഥാനാർത്ഥിക്കാണ് വോട്ട് കൂടുതൽ. CPM-നെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിഷയവും മറ്റു കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഹൈന്ദവ ജനത വലിയ രീതിയിലൊന്നും സപ്പോർട്ട് ചെയ്യില്ല ഇപ്രാവശ്യം. പക്ഷേ അതിനകത്ത് ചെറിയ മാറ്റങ്ങൾ വന്നു. സാറിന്റെ തിലകക്കുറിയൊക്കെ അതിന് കാരണമായി. 3 പേരും കുറിവിട്ട് നടന്ന ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തലിനെ പോലെ ഒരു യൂത്ത് യങ്സ്റ്റർ അല്ല ഞാൻ പറയുന്നത്. ഇവർ ഈ പറയുന്ന മതം തന്നെയാണ് ഞാൻ തിരിച്ചു പറയുന്നത്. ഒരു ഹൈന്ദവ മത വിശ്വാസിയായ ഒരു ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് ഒരാൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു. അപ്പൊ കഴിഞ്ഞ തവണ വരെ ഒരു ന്യൂനപക്ഷ സമുദായം എന്ന നിലയിൽ ഈ പറയപ്പെടുന്ന ന്യൂനപക്ഷ സമുദായം എന്ന നിലയിൽ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യാതിരുന്ന ഒരു കൂട്ടം ആളുകൾ തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്തു. സിമ്പിളാണ്, സിമ്പിൾ ലോജിക്കാണ്. ആർക്കും വേണമെങ്കിലും ചിന്തിക്കാം. പക്ഷെ ഇതാരും പറയുന്നില്ല എന്നുള്ളതാണ്. അഗ്രഹാര തെരുവുകളിലും പാലക്കാടിന്റെ ഹൈന്ദവ ഭൂരിപക്ഷ മേഖലയിലുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് വർദ്ധിച്ചത് എങ്ങനെയാ? ഇങ്ങനെ തന്നെയാണ്. മതം ഒരു ഫാക്ടർ ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ ഞങ്ങളുടെ ചങ്കാണ്, ചങ്കടിപ്പാണെന്നൊക്കെ പറഞ്ഞാലും അവിടെ കിട്ടുന്ന വോട്ടുകൾക്ക് ഒരു കുറവുണ്ടായിരുന്നു. ഇത്തവണ അതില്ല. അത് മതം തന്നെയാണ്. ഇവർ ഈ പറയുന്ന വർഗീയത തന്നെയാണ് അവിടെയും വർക്കൗട്ട് ആയിട്ടുള്ളത്. അത് തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്. അത് സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ആളുകളുടെ മനസ്സിൽ അതിങ്ങനെ കിടപ്പുണ്ടെന്നേ, അത് കിടപ്പുണ്ട്. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്നിരിക്കുന്നു. വരുത്തൻ എന്നൊക്കെ അടിച്ചെങ്കിലും വരുത്തനൊന്നും അവിടെ ഏറ്റില്ല. അവർ നോക്കിയപ്പോൾ ഈ കാലങ്ങളായി കാണുന്ന ശ്രീകൃഷ്ണകുമാറിനേക്കാൾ ഇവരെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതിനേക്കാൾ നല്ലത് എന്തായാലും ഇടതുപക്ഷത്തിന് വോട്ട് കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാൽ പിന്നെ ഞങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനല്ലേ, അവൻ ജയിച്ചു പോട്ടെ എന്ന് അവർ ചിന്തിച്ചു. ഒപ്പം ഈ പറയപ്പെടുന്ന ഷാഫി പറമ്പിലിന്റെ പ്രവർത്തനം കൊണ്ട് ഈ പറയപ്പെടുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട വലിയൊരു വോട്ട് കൂടി രാഹുലിലേക്ക് ഒഴുകി എത്തിയപ്പോൾ രാഹുലിന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു. സിമ്പിൾ ലോജിക്കാണ്. അതെന്താ ആരും പറയാത്ത? അതാർക്കും പറയാൻ പറ്റില്ല. അല്ല, അത് പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വർഗീയ ധ്രുവീകരണമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതാരും പറയുന്നില്ല. അതായത് മുസ്ലിം വലിയ രീതിയിൽ വരുന്ന അവിടുത്തെ മുസ്ലിം വോട്ട് ബാങ്ക് ഷാഫി പറമ്പിൽ നേരിട്ട് ഇന്ന് ഞങ്ങളുടെ ചെറുക്കന്റെ സ്ഥാനാർത്ഥി. ഇപ്പോഴത് ഹൈന്ദവ ജനത വിചാരിച്ചു ഞങ്ങളുടെ ചെറുക്കൻ. അതാണ് സംഭവിച്ചത്. അവിടെ വോട്ടായി, രാഹുൽ മാങ്കൂട്ടം ജയിച്ചു. സിമ്പിൾ ലോജിക്. ഇപ്പോൾ BJP സംസ്ഥാന ഞാൻ പറയുന്നല്ലോ, ഇപ്പൊ ശോഭാ സുരേന്ദ്രനെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ കളിയാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. BJP ഞാൻ എന്റെ നിരീക്ഷണമാണ്, BJP കേന്ദ്രത്തെ സുരേന്ദ്രൻ കാലാവധി തികച്ചിട്ടേ പോവുള്ളൂ. അതെ, BJP അങ്ങനെ വിടുള്ളൂ. നോക്കിക്കോ, ഒന്നുമില്ലെങ്കിലും BJPക്ക് ഈ ശബരിമല വിഷയത്തിലൊക്കെ വലിയ മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്ന നേതാവാണ് സുരേന്ദ്രൻ അങ്ങനെ ഒരു ദിവസം കയറി പ്രസിഡന്റ് സ്ഥാനത്തിരുന്നോ എന്നുള്ള ഒറ്റയ്ക്ക് വഴി വന്നോന്നല്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ കയറി വന്ന ആൾ തന്നെ. അല്ലെങ്കിൽ പുതിയൊരാൾ. ഇനി നിങ്ങൾ വിചാരിക്കുന്നതിനോട് ശോഭാ സുരേന്ദ്രൻ ഒന്നും സംസ്ഥാന അധ്യക്ഷനാവില്ല. സംസ്ഥാന അധ്യക്ഷൻ MT രമേശിനെ പോലെ ആരെങ്കിലും കൊണ്ടുവന്ന് സംസ്ഥാന അധ്യക്ഷനാക്കും. അല്ല, MT രമേശ് വന്നാലും BJPക്ക് ഒരുപാട് മൈലേജ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നോക്കാം, കണ്ടറിയാം. നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, കണ്ടറിയാം.